ചുമ്മാ വീട്ടിൽ കിടന്നുറങ്ങിയ ഞാനാണേ എന്നെ കുത്തി എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു വാ നമുക്ക് സ്വിമ്മിംഗ് ക്ലാസ്സിൽ പോകാമെന്ന്. ഞാൻ ആവുന്നത് പറഞ്ഞാൽ ഞാൻ വരുന്നില്ല, എനിക്ക് വലിയ സുഖമില്ല, നീ ഇല്ലെങ്കിൽ ഭയങ്കര ബോറാ, എനിക്ക് മിണ്ടാനും പറയാനും ആരും ഇല്ലെന്ന് പറഞ്ഞ് എന്നെ പൊക്കി പിടിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് എനിക്ക് കൈക്കൂലിയായിട്ടൊരു കോഫിയും വാങ്ങിച്ചു തന്നെ. പുള്ളിക്കറിയാം ആദ്യമേ തന്നെ ഒരു കോഫി വാങ്ങിച്ചു തന്നാൽ പിന്നെ കമാ എന്ന ഒരു 2 അക്ഷരം ഞാൻ മിണ്ടത്തില്ല. ഇതിപ്പോൾ എന്നെ കാണുമ്പോഴേ അറിയത്തില്ലേ കിടക്കപ്പായ എന്നുള്ള വരവാന്ന്. മുഖം പോലും നേരെ ഒന്ന് ക്ലീൻ ചെയ്തില്ലെന്ന്. എന്തിന് പെൺകുട്ടികളുടെ നിത്യോപയോഗ സാധനമായ ഒരു ലിപ്സ്റ്റിക്ക് പോലും ഇടാൻ എനിക്ക് സമയം തന്നില്ല. നമുക്ക് പിന്നെ അതിൽ പരാതിയൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ വണ്ടിയെ വെച്ചോ എവിടെയെങ്കിലുമൊക്കെ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. ഇതൊക്കെയാണേലും ചില വീഡിയോയുടെ ഇടയിൽ ആൾക്കാർ ചോദിക്കും പനി പിടിച്ചിരിക്കുവാണെങ്കിലും മേക്കപ്പിനൊരു കുറവില്ല അല്ലേ എന്ന്. അതെന്നെക്കുറിച്ച് വലുതായിട്ട് അറിയാൻ മേലാത്തൊരു പറയുന്നൊരു കമൻറ്റായിട്ടേ ഞാൻ കരുതുന്നുള്ളൂ. മേക്കപ്പ് ഇല്ലാത്ത വീഡിയോ ചെയ്യാൻ പറ്റുമോ സക്കീർ ബായിക്ക് എന്ന് ചോദിച്ചാൽ യെസ് ഓഫ് കോഴ്സ് ഐ ക്യാൻ. എത്രയോ മേക്കപ്പ് ഇല്ലാത്ത വീഡിയോ നിങ്ങൾ കണ്ടേക്കുന്നല്ലേ. എനിവേ നമുക്ക് പോയിന്റിലേക്ക് വരാം. സ്വിമ്മിംഗ് ക്ലാസ്സിൽ ചെന്നപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിച്ച് കാണുകയല്ലേ കൊച്ചു വെള്ളത്തിൽ കിടക്കുമ്പം ജസ്റ്റ് ഞാനും ഘോരം വാചോടിയായിരിക്കുമെന്ന്. ഇപ്പം കാണിച്ചു തരാം എൻ്റെ ഒരു അവസ്ഥ. ജസ്റ്റ് പറയുന്ന കേട്ട് പോയ എന്നെ വേണം മടൽ വെട്ടി അടിക്കാൻ. ദേ ഇതാണ് അവസ്ഥ. പുള്ളി വേറെ ആരോ ആയിട്ട് ഹോരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഞാൻ ആരായി ഏട്ടാ എന്നെനിക്ക് ചോദിക്കണമെന്നുണ്ട്. ചോദിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അങ്ങനെ ചേട്ടൻ്റെ സ്വിമ്മിംഗ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ജേടുക്കുട്ടൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നേ അവൻ്റെ ഷൂ വെറുതെ ഒന്ന് ഇട്ട് നോക്കിയതാ. അത് കുരുത്തം കെട്ടവന് പിടിച്ചില്ല. പക്ഷേ ഞാൻ ആ നഗ്നസത്യം മനസ്സിലാക്കി. ഇപ്പോൾ എനിക്ക് അവൻ്റെ ഷൂവും എൻ്റെ ഷൂ അവനും നന്നായി ചേരും. അതുകൊണ്ട് ഇനി അവൻ്റെ ഷൂ അവൻ വലുതായെന്നും പറഞ്ഞെടുത്ത് കളയണ്ടല്ലോ, എനിക്ക് തന്നെ ഇടാം. കൊള്ളാം അല്ലേ? എന്നാൽ പിന്നെ തൽക്കാലത്തേന് അവൻ്റെ ഷൂ ഇടാമെന്ന് വിചാരിച്ചാൽ ആ കണ്ണിച്ചോരയില്ലാത്തവൻ അതും സമ്മതിച്ചില്ലെന്നേ. അവൻ കയ്യോടെ ഊരി വാങ്ങി. നീ വീട്ടിൽ വാടാ, ഇനി താഴെ കടയിൽ പോകാൻ നേരം എൻ്റെ ചെരുപ്പിട്ടുകൊണ്ട് നീ ഒന്ന് കടയിൽ പോകട്ടോ, നിനക്ക് ഞാനും തരുന്നുണ്ട് എന്നും മനസ്സിൽ ഒരു 2 പ്രാവശ്യം ഞാൻ പറഞ്ഞു. അങ്ങനെ സ്വിമ്മിംഗ് ക്ലാസ് എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ വീട്ടിലേക്ക്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ പ്രാവശ്യം സ്വിമ്മിങ്ങിന് പോയത് മുസഫയിലാണ്. അബുദാബി പോയി മടുത്തുകൊണ്ട് മുസഫ വരെ പോയേക്കാമെന്ന് വിചാരിച്ചു. പോരുന്ന വഴിക്ക് ഞങ്ങൾ കൂലങ്കഷമായി ചർച്ച ചെയ്തത് റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കണോ അതോ വീട്ടിലോട്ട് പാഴ്സൽ വരുത്തണോ എന്നുള്ളതായിരുന്നു. അങ്ങനെ വാദങ്ങൾ നിറഞ്ഞ സംഘർഷഭരിതമായ ഞങ്ങളുടെ ഏറ്റുമുട്ടലുകൾക്ക് ശേഷം ഞങ്ങൾ ഫൈനലി തീരുമാനിച്ചു നമുക്ക് ഫുഡ് ഓൺലൈനിൽ പറയാം, പോയി കഴിക്കണ്ടെന്ന്. കാരണം ഞാൻ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടേ ഇവന്മാർ 2 റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാനാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനുണ്ടാക്കുന്നത് അല്ലേ? അതല്ലേ 2 ദിവസം കഴിയുമ്പോഴേ ഈ വളച്ചതും പൊളിച്ചതും നമ്മൾ തന്നെ നിന്ന് തീർക്കണ്ടേ. അതുകൊണ്ട് ഞാൻ ശക്തമായി എതിർത്തു റെസ്റ്റോറൻറ്റിൽ പോയുള്ള കാര്യം. അതല്ലേലും ഉള്ളതാന്നേ, നമ്മൾ കഷ്ടപ്പെട്ട് ഫുഡും ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ ഇവന്മാർക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കണം അത്ര. ഇപ്പം ഞാൻ സമ്മതിച്ചു തരാം. അങ്ങനെ അടിയടിയും ഗുസ്തി എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും പതുക്കെ ഞങ്ങൾ അബുദാബി സിറ്റി പിടിച്ചു കേട്ടോ. അപ്പോൾ ശരിയെന്നാൽ പോയേച്ചും വരാം.